പള്ളിയിലേക്ക് പ്രവേശിച്ചുള്ള പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റെന്ന് ചൊല്ലാം. ദൈവമേ, നിന്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. നിന്റെ സിംഹാസന മുമ്പാകെ ഞാൻ വന്നിരിക്കുന്നു. സ്വർഗസ്ഥനായ രാജാവേ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും ക്ഷമിക്കണമേ. ദൈവമേ, നീ ഏറ്റവും കരുണയുള്ളവനാകിയാൽ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ എന്നെയും കൈക്കൊണ്ട് എന്നോട് കരുണ ചെയ്യണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ നിന്ന് 19ാമത്തെ പാട്ട് പാടി ശുശ്രൂഷ ആരംഭിക്കും. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 19ാമത്തെ പാട്ട്, സോങ് നമ്പർ 19. Yehova
എല്ലാവർക്കും ഇരിക്കാം, പാഠങ്ങൾ വായിക്കാം. ഒന്നാം പാഠത്തിന് ശേഷം ക്രിസ്തീയ കീർത്തനങ്ങളിൽ 408 പാട്ട് പാടുന്നതായിരിക്കും. ഒന്നാം പാഠം വായിക്കാം. ഒന്നാം പാഠഭാഗമായി 2 ദിനവൃത്താന്തം 32-ാം അധ്യായം 9-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെ. 2 ദിനവൃത്താന്തം 32-ന്റെ 9 മുതൽ 23 വരെ. അനന്തരം അശൂർ രാജാവായ സൻഹരീബ് അവനും അവനോടുകൂടെയുള്ള സൈന്യമൊക്കെയും ലാക്കീശിനരികെ ഉണ്ടായിരുന്നു. തൻ്റെ ദാസന്മാരെ യെരുശലേമിലേക്ക് യഹൂദ രാജാവായ യെഹെസ്കിയാവിൻ്റെയും യെരുശലേമിലെ സകല യഹൂദന്മാരുടെയും അടുക്കലയച്ച് പറയിച്ചതെന്തെന്നാൽ, അശൂർ രാജാവായ സൻഹരീബ് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ യെരുശലേമിൽ നിരോധനം സഹിച്ച് പാർപ്പാൻ എന്തിനൊന്നിലാകുന്നു ആശ്രയിക്കുന്നത്? നമ്മുടെ ദൈവമായ യഹോവ നമ്മെ അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുമെന്ന് യെഹെസ്കിയാവ് പറഞ്ഞത് വിശപ്പും ദാഹവും കൊണ്ട് ചാകേണ്ടതിന് നിങ്ങളെ വശീകരിക്കുന്നില്ലയോ? അവൻ്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും നീക്കിക്കളയുകയും യഹൂദയോടും യെരുശലേമിനോടും നിങ്ങൾ ഒരേ പീഠത്തിനു മുമ്പിൽ നമസ്കരിച്ച് അതിന്മേൽ ധൂപം കാട്ടണമെന്ന് കൽപ്പിക്കുകയും ചെയ്തത് ഈ യെഹെസ്കിയാവ് തന്നെയല്ലയോ? ഞാനും എൻ്റെ പിതാക്കന്മാരും അതത് ദേശങ്ങളിലെ സകല ജാതികളോടും എന്തു ചെയ്തുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആ ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടിയിപ്പാൻ കഴിഞ്ഞുവോ? എൻ്റെ പിതാക്കന്മാർ നിർമ്മൂലനാശം വരുത്തിയിരിക്കുന്ന ജാതിയുടെ സകല ദേവന്മാരിൽ വെച്ച് ഒരുവനും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടിയിപ്പാൻ കഴിയാതിരിക്കെ നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടിയിപ്പാൻ കഴിയുമോ? ആകയാൽ യെഹെസ്കിയാവ് നിങ്ങളെ ചതിക്കരുത്, ഇങ്ങനെ നിങ്ങളെ വശീകരിക്കരുത്. നിങ്ങൾ അവനെ വിശ്വസിക്കുകയും അരുത്. യാതൊരു ജാതിയുടെയോ രാജ്യത്തിൻ്റെയോ ദേവനും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും വിടിവിപ്പാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നത് എങ്ങനെ? അവൻ്റെ ദാസന്മാർ യഹോവയായ ദൈവത്തിനും അവൻ്റെ ദാസനായ യെഹെസ്കിയാവിനും വിരോധമായി പിന്നെയും അധികം സംസാരിച്ചു. അതത് ദേശങ്ങളിലെ ജാതികളുടെ ദേവന്മാർ തങ്ങളുടെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാതിരുന്നത് പോലെ യെഹെസ്കിയാവിൻ്റെ ദൈവവും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കയില്ല. എന്നിങ്ങനെ അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ നിന്ദിപ്പാനും അവന് വിരോധമായി സംസാരിപ്പാനും എഴുത്തും എഴുതി അയച്ചു. പട്ടണം പിടിക്കേണ്ടതിന് അവർ യെരുശലേമിൽ മതിലിന്മേലുള്ള ജനത്തെ പേടിപ്പിച്ച് ഭ്രമിപ്പിപ്പാൻ യഹൂദ്യ ഭാഷയിൽ അവരോട് ഉറക്കെ വിളിച്ചു. മനുഷ്യരുടെ കൈപ്പണിയായ ജാതികളുടെ ദേവന്മാരെ കുറിച്ച് എന്ന പോലെ യെരുശലേമിന്റെ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു. ഇത് നിമിത്തം യെഹെസ്കിയാ രാജാവും ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും പ്രഭുക്കന്മാരെയും സേനാപതികളെയും സംഹരിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജാമുഖത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. അവൻ തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവൻ്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിച്ചവർ അവനെ അവിടെ വെച്ച് വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഇങ്ങനെ യഹോവ യെഹെസ്കിയാവിനെയും യെരുശലേം നിവാസികളെയും അശൂർ രാജാവായ സൻഹേരീബിന്റെ കയ്യിൽ നിന്നും മറ്റെല്ലാവരുടെയും കയ്യിൽ നിന്നും രക്ഷിച്ച് അവർക്ക് ചുറ്റിലും വിശ്രമം നൽകി. പലരും യെരുശലേമിൽ യഹോവയ്ക്ക് കാഴ്ചകളും യഹൂദ രാജാവായ യെഹെസ്കിയാവിനെ വിശേഷ വസ്തുക്കളും കൊണ്ടുവന്നു. അവൻ അന്നു മുതൽ സകല ജാതികളുടെയും സൃഷ്ടിയിൽ ഉന്നതനായിരുന്നു. ഇങ്ങനെ ഒന്നാം പാഠഭാഗം അവസാനിച്ചു.
പുതിയൊരു നിയമത്തിൻ സേവകരും യേശുവിൻ രക്തത്താൽ മോചിതരും പുതിയൊരു നിയമത്തിൻ സേവകരും വിശുദ്ധീനാത്മാവാൽ നിറഞ്ഞിടുന്നോ നാം ആത്മിക ഗൃഹമാണേ അവർ സ്വന്ത ജനമാണേ യേശുവിൻ തിരുസഭയേ രക്ഷയിൻ കടന്നവരും രക്ഷകനേശുവെ കണ്ടവരും രക്ഷയിൻ വാതിൽ കടന്നവരും രക്ഷകനേശുവെ കണ്ടവരും കാൽവരി സ്നേഹത്തിൻ പാതയിലെന്നെന്നും കണ്ടിടും പുതുജീവൻ അവർ ക്രൂശിൻ പുതുജീവൻ യേശുവിൻ തിരുസഭയേ. രണ്ടാം പാഠഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 5:7 മുതൽ 11 വരെ. അവൻ നിങ്ങൾക്കായി കരുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞു വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ബലം എന്നേക്കും അവനുള്ളത്. ആമേൻ. ഇപ്രകാരം പാഠഭാഗങ്ങൾ അവസാനിച്ചു. മറിയാമിൽ നിന്ന് ജഡം ധരിക്കുകയും യൂഹന്നാനോടും മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവേ യേശു മിശിഹായേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗ്ഗപിതാവിൻ വേഗസുതാ വചനമതാം രാജാധീശാ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി പ്രതിരഹിത കാരുണ്യത്താൽ ആരോഗ്യരുടെയും ജീവനും രക്ഷയ്ക്കും ശുദ്ധയ കന്യക മറിയാമിൽ നിന്നും
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാതമ്പുരാനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ ദിവ്യന്മാരായ നിന്റെ സ്ലീഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും മണിക്കാരനുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകളെയും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാനെടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ച അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ ഏവങ്കേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളെ ശരിവും നിന്റെ വിശുദ്ധ റൂഹാട് നൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. പോസ്നോ സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ജീവന്റെ ജീവനുള്ള വചനത്തെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ. വിശുദ്ധ കന്യകാമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ അവന് പ്രകാരം കൽപ്പിച്ചു. പുഴുവും തുരുമ്പും കിടക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്.
പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപമുള്ളയിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചുവള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവനും പ്രകാശിതമായി തീരും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്! രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പുകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്നെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതെന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നുവെന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ചരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം! ആകയാൽ നാം എന്ത് തിന്നും എന്തു കുടിക്കും എന്തുടുക്കുമെന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ശ്ലോമോ ബഖുൽഖൂ Barkimos tamen kalos സാലേഖുലാൻ റഹ്മാ വഹന്നോനോമൻ മൊറിയോനബേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമൊക്കെയും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിക്കുകയും ഉണ്മയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്ത ഉത്തമനും മഹോന്നതനും
പാപദാസത്തിൽ നിന്ന് നമ്മെ വീണ്ടുകൊള്ളുകയും തന്റെ വിലയേറിയ രക്തത്താൽ പുത്രസ്വീകാരത്തിന് നമ്മെ നിയമിക്കുകയും ചെയ്ത പ്രധാനാചാര്യനുമായ മിശിഹാ തമ്പുരാനും ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. കുലഹന്യോമോസ്തോദുഹായേ ഓശോ വബകുലസ്ബാലവോൽമീ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനുടെ അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണം മായ്ചയില്ലാതെയാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലുപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ച് നല്ലവനെ ഏതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും മൽപ്പാന്മാരെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായ ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരകനും നീയായിരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരണത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന്റെ മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ഓശോ വബകുലസ്ബാലവോൽമീ. തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമയിടയനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദൈവീക രഹസ്യങ്ങളെ ശുശ്രൂഷയ്ക്ക് എന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങളിൽ നിന്റെ ശ്രേഷ്ഠത്വത്തെ സ്തുതിക്കുന്ന ക്രോപേന്മാരോടും നിനക്ക് ഗാദീശ് പാടുന്ന ശ്രാപന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുൻപാകെയും ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപപരിഹാരവും നിന്റെ സകല സൃഷ്ടിക്കും മോചനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ദുഷ്ടതക്കാരുടെ മുമ്പാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവകയിലെ ആടുകളിന്മേൽ നിന്റെ നന്മകളെ നീ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ നീ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ നീ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന കൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുമ്പാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളോടുകൂടെ നിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു.
നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുർബാനകളിൽ പ്രസാദിച്ചവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായങ്ങളിൽ നിന്ന് ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത അങ്ങ് ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റിക്കൊള്ളുന്നു. ഓശോ വബകുലസ്മാലവൽമീ Benalohon kabel husoyo dagabe walshmukono dadoy betraihun olmel olam olmin ബലഹീനരും പാകുമ്പകളുമാകുന്ന നാം ഉത്തരമായിട്ട് പറയണം. കാദീസ് അബോ കാദീശോ Kadis Pro Kadiso Kadis Roho Ayo Kadiso വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. പിതാവായ സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ തിരുസന്നിധിയിൽ നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മുടെ തലകൾ വണങ്ങി കണ്ണുനീരോടെ നിൽപ്പാൻ തൊക്കോണം ദൈവം ഇവിടുന്ന് ഇടയാക്കട്ടെ. കർത്താവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ സാരത്തിന് അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവമേ, നിന്റെ അപ്പമാകുന്ന ശരീരവും വീഞ്ഞാകുന്ന രക്തവും ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും പുതിയൊരു മനുഷ്യനാക്കി തീർക്കുവാൻ തൊക്കോണം അവിടുന്ന് ഇടയാക്കണമേ. ഈ കുംഭസാരത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കർത്താവേ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വേദനകളുണ്ട് കർത്താവേ, പരിഹാരം എൻ്റെ കർത്താവാകുന്നു കർത്താവേ. തിരുത്തേണ്ടത് തിരുത്തുവാനും സ്വീകരിക്കേണ്ടത് സ്വീകരിപ്പാൻ തക്കോണം ഞങ്ങളെ കുംഭസാരത്തോടെ കർത്താവെ നീ അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്നോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പിന്നാലെ ശബ്ദമുയർത്തി കുംഭസാര പ്രാർത്ഥന ഏറ്റുപറയാം. സർവശക്തിയുള്ള പാപാൻ തമ്പുരാനെ,
നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാമിൽ ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മസിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവും തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിച്ചവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമായും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചന തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെ കൂടെ കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തരം കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ സഹോദരങ്ങളും പ്രധാനികളുമേ, ഈ ശുശ്രൂഷയ്ക്കുള്ളപ്പെടുവാനായി എന്നോടുകൂടെ നിങ്ങളും പ്രാർത്ഥിപ്പീ. സകലത്തിൻ്റെയും ദൈവവും കർത്താവുമായുള്ളവേ, അയോഗ്യരാകുന്ന ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി വിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് അന്യോന്യം സമാധാനം കൊടുപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും തത്വത്തിൽ നിന്നോട് ഏകത്വമുള്ളവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾ കരേറ്റും. ഹോശോ ബബകുലസ്ബാലവോൽമീ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ.
സഹോദരരെ, ലഭിച്ചിരിക്കുന്ന ഈ വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കാരുണ്യവാനായ കർത്താവേ, മഹോന്നതങ്ങൾ വസിക്കുകയും താണകാര്യങ്ങളെ കടാക്ഷിക്കുകയും ചെയ്യുന്നവൻ നീ മാത്രമായിരിക്കുക. നിന്റെ സന്നിധിയിൽ തങ്ങളുടെ കഴുത്തുകളെ വണക്കിയിരിക്കുന്നവർക്ക് അനുഗ്രഹങ്ങൾ അയച്ച് നിന്റെ ഏകപുത്രന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. അവനോട് നിന്റെ പരിശുദ്ധ റോഗയോടും കൂടെ സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ഹോശോ സഹോദരേ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അരുസത്യ വിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകാപുത്രന്റെ കൃപയും പരിശുദ്ധ റോഹാട സംബന്ധവും സഹവാസവും ഞങ്ങൾക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തും മെശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവസൃഷ്ടിയുടെയും നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും ശരീരികളും അശരീരികളുമാകുന്ന വാനസേനകളാകുന്ന സൂര്യനും ചന്ദ്രനും സകല നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരായ മാലാഖമാരും പ്രധാന മാലാഖമാരും റീസ്നുവോസന്മാരും സുൽത്താനന്മാരും മൗദ്യനന്മാരും മോറോവാസന്മാരും ഹൈലന്മാരും കണ്ണുകൾ വളരെ ഉള്ളഗ്രോപന്മാരും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് അന്യോന്യം പറന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്തുപാടി ചൊല്ലുന്ന ആറാറ് ചിറകുള്ള ശ്രാപ്പന്മാരും സ്തുതിക്കുന്നവനെ നാമം സ്തുതിക്കണം. കോയേൻ മോമറേ പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം സഹിപ്പാനൊരുങ്ങിയപ്പോൾ തന്റെ തൃക്കരങ്ങളിൽ അപ്പം താനെടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു.
വാങ്ങി ഭക്ഷിപ്പീനിന്ന് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു. ഇത് എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായും താനെടുത്തു. സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധാസ്ലീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവിനോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെയും കബറടക്കത്തെയും മൂന്നാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പിനെയും സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ നീ വിധിച്ച് ഓരോരുത്തരും അവനവന്റെ ക്രിയകൾ പോലെ പ്രതിപകരം ചെയ്യുന്നതായ രണ്ടാമത് നിന്റെ വരവിനെ ഞങ്ങൾ ഓർക്കുന്നു. ഇത് നിമിത്തം രക്തം കൂടാത്ത യാഗമാകുന്ന ഈ ശുശ്രൂഷ നിനക്ക് ഞങ്ങൾ അണയ്ക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറ്റങ്ങൾ പോലെ ഞങ്ങളോട് ചെയ്യരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് തക്കോണം ഞങ്ങളോട് പകരം ചെയ്യുകയും വരുതേ. എന്നാലോ നിന്റെ കരുണകളുടെ ബോധപ്രകാരം നിന്റെ ദാസനായ ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈ സമയത്ത് നിന്റെ ജനവും നിന്റെ അവകാശവുമാകുന്ന ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു കൊല്ലുന്നു. ലാഭവും കാത്തുമുറോ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദേതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ്
നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, കൈക്കൊള്ളുന്നവരുടെ ദേഹദേഹി ആത്മാക്കളെ നിന്റെ തിരുസഭയുടെ സ്ഥിരതയ്ക്കായി സൽക്രിയകളാകുന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നതിനായി ശുദ്ധീകരിക്കണമേ. വിശ്വാസമാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതും പാതാളവാതിലുകൾ ജയിക്കാത്തതുമായി തിരുസഭയെ സ്ഥിരപ്പെടുത്തി വേദവിപരീതക്കാർ മുഖാന്തരമുള്ള ഇടർച്ചകളിൽ നിന്ന് അവസാനത്തോളം നിന്നെ രക്ഷിച്ചു കൊള്ളണമേ. നിനക്ക് നിന്റെ ഏകപത്രം നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും നിന്റെ സുഖകരേറ്റും ഹോശോ കർത്താവേ, നാല് ഭാഗങ്ങളുള്ള വിശുദ്ധ സഭയെ മേച്ചുഭരിക്കുന്നവരായ സകല മേൽപ്പട്ടക്കാരെ, ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തായി, ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുവാക്കിം മാർ ഗുർലോസ്, ജോസഫ് മാർ ബർണബാസ് എന്നീ സഫർഗൻ മെത്രാപ്പോലിത്തമാരെയും തോമസ് മാർ തിമോത്തിയൂസ്, ഐസക് മാർ ഫിലക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അപ്രേം, ജോസഫ് മാർ ഇവാനിയോസ്, മാത്യൂസ് മാർ സെറാഫിം എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ, ശമാശന്മാർ മുതലായ പട്ടത്തിനടുത്തുള്ള എല്ലാവരെയും സന്യസ്തർ, സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ രൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവർ ആക്കി തീർക്കണമേ. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്കിൽ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജേന്ദ്രന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷയ്ക്കും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴെ അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യക മറിയാമിനെയും ശുദ്ധിമാന്മാരായ നിബ്യന്മാരെയും സ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹദേന്മാരെയും മൗദ്യാനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നടെ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. എഫേസോസിലും ഉണ്ടായ 3 സുന്നഹദോസുകളെയും അവയിൽ ഉൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ നിത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ചു ശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാൾ നേർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ
ആത്മാക്കളെയും സർവജടത്തിന്റെയും ദൈവമായ കർത്താവേ, അവസാനമില്ലാത്ത ശിക്ഷാവധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പിഴകൾ മായ്ക്കുകയും ഞങ്ങളോട് ന്യായവിസ്താരത്തിൽ പ്രവേശിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ മുഖപ്രകാശം വിളങ്ങുന്ന സ്ഥലത്ത് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ നിന്റെ സന്നിധിയിൽ കുറ്റമറ്റവൻ ഒരുത്തനുമില്ലാത്തത് കൊണ്ട് അവൻ മുഖാന്തരങ്ങളും കരുണകളും പാപമോചനവും കണ്ടെത്തുവാൻ അവനിൽ മാത്രം ഞങ്ങളും ശരണപ്പെട്ടിരിക്കുന്നു. മെത്തിലോസേ ഒഫിലാൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഇരിക്കുന്നു തലമുറ തലമുറകൾക്കും വരുവാനിരിക്കുന്ന ലോകത്തിലെ തലമുറകൾക്കും എന്നേക്കും ഇരിക്കുന്നവനുമാകുന്നു. ദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിരപ്പിന്റെയും സമാധാനത്തിന്റെയും ദൂതനായും അനുഗ്രഹങ്ങൾക്കായും കരുണകൾക്കായും എല്ലാ സമയത്തും കർത്താവിനോട് നാം അപേക്ഷിക്കണം. സഹോദരരെ, സഭകൾക്ക് നിരപ്പും നേരാകൾക്ക് സമാധാനവും അവയുടെ പട്ടക്കാർക്ക് നല്ല കാവലും ജനങ്ങൾക്ക് സുഭിക്ഷിതയുള്ള കാലവും ഉണ്ടാകുവാനായി എല്ലാ സമയത്തും കർത്താവിനോട് നാം അപേക്ഷിക്കണം. സഹോദരരെ, നല്ല പ്രവൃത്തികൾ കൊണ്ടും മാന്യതയും വെടിപ്പുമുള്ള നീതി നടപടികൾ കൊണ്ടും ദൈവത്തിന് പ്രസാദമുള്ള സത്യക്രിസ്ത്യാനികൾ നാം ആകുവാനായി എല്ലാ സമയത്തും കർത്താവിനോട് നാം അപേക്ഷിക്കണം. സഹോദരരെ, കർത്താവിന്റെ നിത്യവും മഹത്വമായ സ്നേഹത്തിനെതിരായുള്ള എല്ലാ ഹൃദയകരനൃത്യത്തിനും അവന്റെ നീതിയുള്ള കോപത്തെയും ഭയങ്കരമായ ന്യായവിധിയെയും ഉജ്ജ്വലിപ്പിക്കുന്നതായ സകല പാപത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി എല്ലാ സമയത്തും കർത്താവിനോട് നാം അപേക്ഷിക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ കൃപയാലും കരുണയാലും അനുഗ്രഹങ്ങളുടെ ബഹുത്വത്താൽ രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും, ഞെരുങ്ങിയിരിക്കുന്നവർക്ക് ആശ്വാസവും, ബന്ധനത്തിലിരിക്കുന്നവർക്ക് വിടുതലും, ദൂരെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും, സമീപസ്ഥർക്ക് നല്ല കാവലും, ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യമത്യവും സ്നേഹവും, ചിന്നിപ്പോയിരിക്കുന്നവർക്ക് കൂടിവരവും, കാണാതെ പോയവർക്ക് കണ്ടെത്തിപ്പും, വിലപിക്കുന്നവർക്ക് ആശ്വാസവും, ആവലാതെ ഇരിക്കുന്നവർക്ക് ആനുകൂല്യവും, അഗതികൾക്ക് സന്തുഷ്ടിയും, വിധവകൾക്ക് മനോധൈര്യവും സഹായവും, ദരിദ്രർക്ക് ആഹാരവും തൃപ്തിയും, പാപികൾക്ക് പൂർണ്ണമോചനവും,
പട്ടുതനെ നല്ല ശ്രേഷ്ഠതയും ഷന്മാർക്ക് നിർമ്മലതയും, ഭൂമിയിലെ രാജ്യങ്ങൾ നിന്റെ സമാധാനവും, യുദ്ധങ്ങൾക്ക് ശമനവും നീ നൽകണമേ. സകലത്തിന്റെ ഉടയനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തന്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുള്ള തന്റെ റുഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. നമ്മുടെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അല്പനേരം മൗനമായി മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കാം. ക്രമത്തിൽ നിന്ന് അക്രമത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന ഒരു കാലത്തിലും ലോകത്തിലും നമ്മൾ ജീവിക്കുന്നു. കർത്താവേ, സമാധാനത്തിന്റെ പ്രഭുവായവനെ, നീ ദേശങ്ങളുടെ മേൽ വാഴണമേ, രാജ്യങ്ങളുടെ മേൽ വാഴണമേ. നിന്റെ സമാധാനവും നിരപ്പും ഭരണാധിപന്മാരിലൂടെ ദേശം അനുഭവിപ്പാൻ, ജനം അനുഭവിപ്പാൻ ഇടയാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 121 സംവത്സരങ്ങളായി ഈ ദേശത്തെ കർത്താവിൻ്റെ സാക്ഷ്യകൂടാരമായ ദൈവം നമ്മെ നിലനിർത്തിയ എല്ലാ വിധങ്ങളെയും ഓർത്തു. ഇതിനുവേണ്ടി സ്വപ്നം കണ്ടവരുണ്ട്, ഇതിനുവേണ്ടി കണ്ണുനീർ തൂകിയവരുണ്ട്, ഇതിനുവേണ്ടി അധ്വാനിച്ചവരുണ്ട്, ഇതിനുവേണ്ടി സഹായിച്ചവരുണ്ട്, ഇതിനുവേണ്ടി ചുമൽ കൊടുത്തവരുണ്ട്. ഇന്നോളം നമ്മളെ ശുശ്രൂഷിച്ച് നമുക്ക് നേതൃത്വം നൽകിയ എല്ലാ വന്യ വൈദികരെയും അഭിമന്യ മേൽപ്പെട്ടക്കാരെയും മെത്രാപ്പോലിത്തന്മാരെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദിയും സ്തോത്രവും കരേറ്റാം. തക്ക സമയത്ത് തക്കതായ നേതൃത്വങ്ങളെ ദൈവം ഈ ദേശത്തിനു വേണ്ടി ഉയർത്തിക്കൊണ്ടു വന്നതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദിയും സ്തോത്രവും കരേറ്റാം. എത്ര അനുഗ്രഹീതമായൊരു പൈതൃകം നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ ഇന്നലകളിൽ കർത്താവ് നമുക്ക് ഒരുക്കി തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം കരേറ്റാം. തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായവനെ, ഞങ്ങളുടെ തലമുറകളും നിന്നെ ഏറ്റുചൊല്ലുന്നവരായി നിന്റെ ആലയത്തിൻ്റെ മകുടങ്ങളായി നിൽപ്പാൻ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ആഘോഷി കുര്യനച്ചനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ അഭിഷിക്തനിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ലഭിച്ച എല്ലാ നല്ല നേതൃത്വങ്ങൾക്ക്, ശുശ്രൂഷകൾക്ക്, പ്രാർത്ഥനകൾക്ക് ദൈവത്തിന് നമുക്ക് നന്ദിയും സ്തോത്രവും കരയേറ്റാം. ദൈവമായ കർത്താവേ, നീ ഒരനുഗ്രഹമായിരിക്കുമെന്ന് അബ്രഹാമിൻ്റെ സന്തതിയോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ തൊടുന്നതൊക്കെ അനുഗ്രഹമായിരിക്കാൻ കുടുംബമായിട്ട് നിൻ്റെ മകനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിസ്കേമമായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചമ്മയെ ദൈവസന്നിധിയിൽ വെക്കാം. ദാനമായി നൽകിയ കുഞ്ഞു പൈതലിനെ ദൈവസന്നിധി വെക്കാം. അച്ഛനെ കർത്താവ് ഏൽപ്പിക്കുന്നതായ പുതിയ നിയോഗത്തിനായ ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. ഏത് ദേശത്തും എവിടെയായിരുന്നാലും കർത്താവിൻ്റെ മഹത്തരമായ ശുശ്രൂഷ അനുഗ്രഹീതമായി നിറപടിയായിട്ട് നിറവേറ്റുവാൻ പ്രിയപ്പെട്ട അച്ഛനെ കർത്താവ് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അഭിമാനമായി 2 മേൽപ്പട്ടക്കാരെ ദൈവമേ ഇടവകയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ കർത്താവ് മനസ്സായല്ലോ. അഭിമന്യ യുവാക്കിം മാഖുർലോസ് അഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയെ ദൈവകരങ്ങൾ സമർപ്പിച്ച് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകൃപയുടെ തണലിൽ ഇന്നുവരെയും തിരുമേനിയെ കർത്താവ് ശക്തീകരിച്ചു, കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. തിരുസഭയ്ക്ക് ധന്യമായ നേതൃത്വം നൽകുവാൻ കർത്താവ് തുറന്നും ശക്തീകരിക്കണമേ, കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ അഭിമന്യ സക്രിയാസ് മാർ അപ്രയം എപ്പിസ്കോപ്പ തിരുമേനിയെ ദൈവസന്നിധിയിൽ വെക്കാം. എത്ര കൃപയോടെ നമ്മൾ ഒരുവനായി വളർന്ന് ദൈവകൃപയുടെ തണലിൽ സമർപ്പിതനായി അനുഗ്രഹീതമായ കർത്താവിൻ്റെ വലിയ ഇടയ ശുശ്രൂഷയെ നിർവഹിപ്പാൻ കർത്താവ് തെരഞ്ഞെടുത്തതോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദിയും സ്തോത്രവും കരയേറ്റാം. കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവസന്നിധിയിൽ വെക്കാം. നെടുവകദിനം നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കടപ്പെട്ടുള്ള അനേകരുണ്ടല്ലോ. എത്രയോ പേർ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നു. ശാരീരിക സുഖമില്ലാതിരിക്കുന്നവർ, മനോവിഷമത്തിലൂടെ കടന്നു പോകുന്നവർ, വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്നവർ, തലമുറകളെ ഓർത്ത് സങ്കടപ്പെടുന്നവർ, തലമുറയില്ലാതെ വിഷമിക്കുന്നവർ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി മുട്ടിപ്പായി നമുക്ക് യാചിക്കാം. ഓരോ ഇടവകയും ദൈവസന്നിധിയിൽ നമുക്കൊരിടമുണ്ടെന്ന് തെളിയിക്കുന്ന അനുഭവമാണല്ലോ. ഇന്നിങ്ങനെ ദൈവസന്നിധിയിൽ അവൻ്റെ ഇടത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന
നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ ശേഖരിക്കുന്ന ഒരു വലിയ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകരാം. ഹന്നെ അവൻ്റെ ആലയത്തിൽ ഹൃദയത്തെ പകർന്നതുപോലെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരാം. ആരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത ഉള്ളിലെ സങ്കടങ്ങൾ, താല്പര്യങ്ങൾ, വേദനകൾ എല്ലാം അറിയാവുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് മുട്ടിപ്പായി മധ്യസ്ഥത ചെയ്ത് ദേശത്തിന് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പ്രാർത്ഥന കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ കൊണ്ടുവരാം. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. ക്രോബേന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രാപേന്മാരാൽ ശുദ്ധീകരിക്കപ്പെടുന്നവനും വിവേകമുള്ള സൈന്യങ്ങളെ ആയിരമായിരങ്ങളാലും പതിനായിരങ്ങളാലും പുകഴ്ത്തപ്പെടുന്നവനും സൗരഭിതനായി തനിക്ക് അണയ്ക്കുന്ന വഴിപാടുകളെയും പൂർണ്ണഫലങ്ങളെയും ശുദ്ധീകരിച്ച് പൂർത്തി വരുത്തുന്നവനുമായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ എന്ന് നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ദേഹങ്ങളെയും ആത്മാക്കളെയും ശുദ്ധീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവമായ കർത്താവേ, സഹിക്കാവതല്ലാത്ത പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ പരീക്ഷയ്ക്ക് നീക്കുപോക്കുണ്ടാക്കിക്കൊണ്ട് ദുഷ്ടനിൽ ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബകുലസ്ബാലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിന്റെ ധാരാളമായ കർണങ്ങൾക്കായി നോക്കി പാർക്കുന്ന അടിയാർ തങ്ങളുടെ നിലകളെ തിരുമുമ്പാകെ വണക്കിയിരിക്കുന്നു. വാഴ്വുകൾ നീ അയച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും ദേഹദേഹി ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മിശിഹായുടെ ജീവകരമായ ശരീരരക്തങ്ങൾ കൈക്കൊള്ളുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബകുലസ്ബാലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മാതൃവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടുപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി.
തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്നെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായ നമ്മോടുകൂടെയും. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. കർത്താവേ കാനിഞ്ഞിടണമേ നിൻ കരുണയുടെ ബഹുത്വത്താൽ. ദൈവമേ സർവേശ ആശിസേകണമേ. തൃക്കൈ നീട്ടണമേ, അനുഗ്രഹിച്ചിടണമേ. ദൈവ കുഞ്ഞാടേ ദാവീദു സൂനുവേ, മറിയാം തൻ മകനേ, പ്രാർത്ഥന കേൾക്കണമേ. പരിശുദ്ധാത്മാവേ ജീവദായകനേ, വാഴണമെന്നുള്ളിൽ നിന്നും എന്നേക്കും. കുറിയേലായിസോ കുറിയേലായിസോ എന്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചു. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. പുല്ലിന് തുല്യം നരരുടെ നാളുകളോ, ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ വാഴുമോ. ചുംബോല ബോല ബറോബൽ റൂഹോ കാദീശോ. ഓലം വാതാവിൽ ഓലം വൽമീനാമേ. നിൻ ശരണത്തിൽ മൃതരാമിൻ അടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലേക്കുണർത്തുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കണമേ.
സഹായമായ ദൈവം വന്ന് വിശ്വസിതമാകുന്നു. ആദ്യം തലമുറയിൽ ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തുന്നേൽപ്പിനും ഞങ്ങളുടെ വർഗത്തിന്റെ എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ ഇടയാർക്ക് പാപമോചനം ഉണ്ടാക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവതല്ലാത്ത നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്നേക്കും തിരുസന്നിധിയിലുള്ള മുഖപ്രസാദത്തിനുമായി ഗാഗുൽത്താൽ മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിക്കാവതല്ലാത്ത തിരുശരീര രക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും അവയെ കൊടുക്കുന്നവരുടെ മേലും അവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആർദ്രകരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഗാഗുൽത്താൽ മുറിക്കപ്പെട്ടതായ തിരുശരീരവും തിരുരക്തവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിൻ്റെ ഓർമ്മയിൽ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുക.
ഈശോ തന്നുദയത്താ ലോകം വെളിവാക്കിയവനേ, എന്റെ കണ്ണാ കാണാത്തതിനാ കണ്ണു തരണമേ. ഇരനില്ലാതെ ഇരുട്ടിൽ പാർക്കലു ദിശാവെളിവേ, ഇരുളായെന്റെ ഉൾക്കണ്ണുകളെ വെളിവാക്കണമേ. മരണനുകത്തെ തകർത്തുയെന്ന ശക്തിമാനേ, ആകൽ കറുസ എന്നെ പൂട്ടിയ നുകം തകർക്കണമേ. ഭാഗ്യമേറിയ വയറ്റിൽ വസിച്ച ബാവായിൻ കതിരേ, എന്റെ ഉള്ളിൽ വെളിവു തന്നെന്റെ പിഴയൊഴിക്കണമേ. തിരുവചനത്താൽ വ്യാധിക്കാരനെ
വെടിപ്പാക്കിയവനെ എന്നെ ഞെരുക്കൂ ആത്മാവ്യാധി വെടിപ്പാക്കണമേ. കുരുടന്റെ കൺകൾ വെളിവാക്കി തുറപ്പിച്ചവനെ ചതിവാലിരുണ്ട ആത്മകണ്ണുകൾ തുറന്നു തരണമേ. തളർന്നവൻ കാട്ടിലെടുത്തു നടപ്പാൻ അരുൾ ചെയ്തവനെ എന്റെ പിഴയാൽ പെരുകിയ തളർച്ചയും ബലമാക്കണമേ. ഹല്ലേലൂയ 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 ശുഭഹോനകുമോ കുരിയേലായിസോൻ 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 ക്രിസ്തേലായിസോൻ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരു ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ തിരു രക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷാപതിക്കും പ്രതിപകരത്തിനുമായി തീരരുതേ. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കിയ നിന്റെ കരുണയുടെ ബോധം നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുസന രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റപ്പെടുത്തിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടി യോഗ്യതയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും. ഹോശോ വബുകുലസ്ബാലവൽമീ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ചായച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതകരമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ റൂഹായെയും ഇടപെടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹോശോ വബുകുലസ്ബാലവൽമീ. തിരുസഭയെ നീ സ്ഥിരമാം പാറമേൽ ഉറപ്പിക്കണമേ. ഭരണക്കാരെ നിൻ ഭുജത്താൽ നീ കാത്തിടണമേ. പട്ടക്കാരെയും
ചാനരെയും അലങ്കരിക്കണമേ. കാറോയരെയും ഗായകരെയും ശോഭിപ്പിക്കാം. കർത്താവേ, കർത്താവേ, നിന്റെ സമാധാനത്തോടെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേയും പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിങ്ങളെ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുകയും ദൂരസ്ഥനും സമീപസ്ഥനും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലേബിയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നവരുമായുള്ളവരെ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബലഹീനനും കുറവുള്ളവരുമായ അടിയാർ ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും കണ്ടെത്തുവാൻ നിങ്ങൾ തെളിഞ്ഞ് സമാധാനത്തോടുകൂടെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ക്രിസ്തേശുവിൻ കുരിശാലും മധ്യസ്ഥ പ്രാർത്ഥനയാലും ശിക്ഷകൾ